ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുട്ട മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു ബ്രെഡ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വൈകിട്ട് അമ്മമാരൊന്നും ഉണ്ടാകണമെന്നില്ല, പല വീട്ടിലും മക്കൾ മാത്രമായിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ബ്രെഡ് റോസ്റ്റാണ്. അരിപ്പൊടിയോ മറ്റു പൊടികളോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഒരാൾക്കൊക്കെ ആണെങ്കിൽ 2 മുട്ട മതിയാകും. ഞാനിവിടെ 6 സ്ലൈസാണ് ഇത് മുക്കി പൊരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മുട്ട ഉടച്ചൊഴിച്ച് ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ മധുരവും ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുട്ടയുടെ സ്മെല്ല് അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം, ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മധുരം ബാലൻസ്ഡ് ആവുന്നതാണ്. അതിനുവേണ്ടി ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ടിത് കുക്ക് ചെയ്യാൻ ആവശ്യമായ പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഓരോ സ്ലൈസും ഇതിലേക്ക് മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. 2 പുറവും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കാവുന്നത് കൊണ്ട് കൂടുതൽ തീയൊന്നും വയ്ക്കരുത്. നേരിയ തീയിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 4 മണി ചായയുടെ കൂടെ അടിപൊളി സ്നാക്കായിട്ട് ഇത് കഴിക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആരുടെയും സഹായം വേണ്ടി വരില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്. ഒരു കാര്യം, മധുരത്തിന് പകരം എരിവായാലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ചേർത്ത് മുക്കി പൊരിച്ചാലും ഇങ്ങനെ ബ്രെഡ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നൊരു ബ്രെഡ് റോസ്റ്റായി ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.